ഹലോ മക്കളെ, നമ്മളുടെ എല്ലാവരുടെയും കൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ബുക്കും പേനയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് ഈ മൊബൈൽ ഫോൺ. സത്യത്തിൽ ഇവൻ നമ്മുടെ മിത്രമാണോ അതോ ശത്രുവാണോ? അതായത് നമുക്കൊരു ഡൗട്ട് ഉണ്ടല്ലേ, എനിമിയാണോ അതോ ഫ്രണ്ട് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ തമ്പ് തന്നെ നിങ്ങൾ കണ്ടു കാണും, ഇതൊരു നായകനാണോ അതോ വില്ലനാണോ? യെസ്, അത് തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ സൈലത്തിൻ്റെ ആപ്പ് ലൈവുകളായാലും യൂട്യൂബ് ലൈവുകളായാലും ഒക്കെ നിങ്ങൾ കാണുന്നത് ഈ യൂട്യൂബിലൂടെ, അതായത് ഈ മൊബൈലിലൂടെ തന്നെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്കിത് നിങ്ങളുടെ സ്റ്റഡീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും ഈ ഇലക്ട്രോണിക് ഡിവൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റഡീസ് എപ്പോഴും ആ പേപ്പർ വായിച്ച് അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെ ആയിരിക്കണം. അവിടെ ഇലക്ട്രോണിക് ഡിവൈസ് ലാസ്റ്റത്തെ 1 മണിക്കൂർ നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ ഒരിക്കലും പഠിക്കാനായിട്ട് നിൽക്കരുത്. ആ സമയത്ത് നിങ്ങൾ പേപ്പറിലോ നിങ്ങളുടെ ബുക്സുകളും അല്ലെങ്കിൽ നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റ് ബുക്കും അതൊക്കെ തന്നെ റീഡ് ചെയ്യുക. അതിനുശേഷം കിടക്കാൻ ആകുന്ന സമയത്ത് നിങ്ങൾ അതൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തതിന് ശേഷം മൊബൈൽ എടുക്കരുത്, നേരെ ബെഡിലേക്ക് പോവുക, കിടന്നുറങ്ങുക. പക്ഷെ നമുക്കൊരു ടെൻഡൻസി ഇങ്ങനെ വരും അല്ലേ, ആ ലാസ്റ്റ് കിടക്കുന്നത് തൊട്ട് മുന്നേ നോക്കാനൊക്കെ തോന്നും. അരുത്, കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഇല്ല, ലാസ്റ്റ് മൊമെന്റിലേക്ക് നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യാതെ, അതിപ്പോൾ ടി വി ആണെങ്കിലും ശരി, അത് ലാപ്ടോപ്പ് ആണെങ്കിലും ശരി, അതൊക്കെ അവസാനത്തെ 1 മണിക്കൂർ ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് റീഡ് ചെയ്തതിന് ശേഷം, ബുക്ക് റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് കഴിഞ്ഞും നേരെ മൊബൈൽ ഫോൺ നോക്കരുത്. ബുക്സൊക്കെ ഒന്ന് റീഡ് ചെയ്ത് 1 മണിക്കൂർ ബ്രെയിനിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആകാൻ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഐപാഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നായകനായിട്ട് തന്നെ മാറും. ഒരിക്കലും ഇത് ശത്രുവല്ല. അപ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന പാറ്റേൺ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.